ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കിഡിലൻ ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഡേ ട്രേഡിങ്ങോ സ്കാൽപ്പിങ്ങോ ഏത് രീതിയിലുള്ളൊരു ട്രേഡാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഓൾറെഡി ആ ഒരു സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇരിക്കുകയാണ്. ആ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള രീതി എങ്ങനെയാണ് എന്നും എത്രത്തോളം വിൻ റേറ്റ് കിട്ടുന്നുണ്ട് എന്നും ആ വിൻ റേറ്റ് വെച്ചുകൊണ്ട് നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ തന്നെ കാണിച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു ചാർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏത് രീതിയിലാണ് ഞാനത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനൊന്ന് സൂം ചെയ്യുന്നുണ്ട്. സൂം ചെയ്ത് ഞാൻ ഈ സ്ട്രാറ്റജി ഓരോ തവണ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴും വിൻ ചെയ്തിട്ടുള്ള ട്രേഡുകൾ ഞാൻ ഗ്രീൻ ലൈൻസ് കൊണ്ടും അതുപോലെ തന്നെ ലോസ് ആയിട്ടുള്ള ട്രേഡുകൾ ഞാൻ റെഡ് ലൈൻസ് കൊണ്ടുമാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ടോട്ടൽ ഏകദേശം ഒരു 52 ട്രേഡ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 52 ട്രേഡ്സ് ടോട്ടൽ എടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം 33 വിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ലോസ് ആണ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 52 ട്രേഡുകളിൽ 33 വിന്നും ബാക്കിയെല്ലാം ലോസും ആയപ്പോൾ നമുക്ക് ഏകദേശം എത്ര പെർസെൻറ്റേജ് ആണ് വിൻ റേറ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ചുമ്മാ നമ്മൾ ഓരോന്ന് വിളിച്ച് പറയുന്നതല്ല, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളിവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 52 ട്രേഡുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 33 വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 19 നമ്മൾ ലോസ് ആയിട്ടുള്ളത്. അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വിന്നിങ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 63.46%. ഓക്കെ, അപ്പോൾ ഏകദേശം 63% വിൻ റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത്. അപ്പോൾ 63% ഉള്ളൂ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. 63% എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു വിൻ റേറ്റ് തന്നെയാണ്. ഒരു 60% മുകളിൽ അല്ലെങ്കിൽ 55% മുകളിൽ വിൻ റേറ്റ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗംഭീരമായിട്ടുള്ളൊരു വിൻ റേറ്റ് തന്നെയാണ്. ആർക്കും തന്നെ ഒരു 90% വിൻ റേറ്റോ 100% വിൻ റേറ്റോ ഉള്ള സ്ട്രാറ്റജീസ് ഒന്നും തന്നെ തരാനായിട്ട് സാധിക്കില്ല. അത്തരത്തിലുള്ള സ്ട്രാറ്റജീസും ഇല്ല. ഓക്കെ, അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ 63% വിൻ റേറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 52 ട്രേഡുകളിൽ 63% വിൻ റേറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിൻ റേറ്റ് വെച്ചുകൊണ്ട് നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അത് ഞാൻ അവിടെ winrate.io എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് ബാലൻസ് ഒരു $100 ആണെന്ന് വിചാരിക്കുക. $100 വെച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വിൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു 63%. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് നമ്മളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചിട്ടുള്ളത് 1.5 ആണ്. എല്ലാ ട്രേഡും നമ്മൾ 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ടേക്ക് പ്രോഫിറ്റ് ഇവിടെ 1.5 കൊടുക്കുന്നുണ്ട്, സ്റ്റോപ്പ് ലോസ് 1 കൊടുക്കുന്നുണ്ട്. അതായത് 1:1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ആ ഒരു ടേക്ക് പ്രോഫിറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ഞാനോട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ എടുത്തിട്ടുള്ളത് 52 ട്രേഡുകളാണ്. 52 ട്രേഡുകൾ നമ്മളോട് എടുത്തിട്ടുണ്ട്. നമ്മളൊരു 10x ലിവറേജിലാണ് ഈ ട്രേഡ്സ് എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ 10x ലിവറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ട്രേഡിൽ 10% ലോസും 15% പ്രോഫിറ്റും കിട്ടുന്ന രീതിയിലാണ് ട്രേഡ്സ് വരിക, അതിൻ്റെ റിസൾട്ട്സ് വരാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ച് ബൈബിറ്റ് ആണ്. ആൻഡ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അതിൻ്റെ എത്ര പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു വിൻ റേറ്റ് കൊണ്ട് നമുക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. ഏകദേശം $762 ഈ ഒരു 52 ട്രേഡിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് വെറും $100 വെച്ചുകൊണ്ട് ഏകദേശം ഒരു 7000 സംതിങ് ആണെന്ന് തോന്നുന്നു. $100 എന്ന് പറയുമ്പോൾ അതെ 7000 സംതിങ് ആണ് $100 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് വരുന്നത്. അപ്പോൾ 7000 രൂപ വെച്ചുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു $762, അതായത് ഏകദേശം ഒരു 60,000 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സ്ട്രാറ്റജി ഈ ഒരു വിൻ റേറ്റ് വെച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു വിൻ റേറ്റ് തന്നെയാണ്, ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഫിറ്റും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏത് രീതിയിലാണ് ഞാനിത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട്. ആ ഒരു വിൻ റേറ്റ് വെച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്ട്രാറ്റജി, ഏത് രീതിയിലാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്, ഇവിടെ വരുന്ന റൂൾസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഇടയിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും തന്നെ മിസ് ചെയ്യാതിരിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഈ ഒരു സ്ട്രാറ്റജി, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ റൂൾസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്ട്രാറ്റജിക്കകത്ത് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്.
നമുക്കിവിടെ ആകെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഒന്ന് മൂവിങ് ആവറേജ് ആണ്, ഒരു 50 പീരീഡ് മൂവിങ് ആവറേജ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ RSI ഇൻഡിക്കേറ്ററും റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന RSI ഇൻഡിക്കേറ്ററും നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാളും ഇതിൻ്റെ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം, നിങ്ങൾക്ക് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. ഓക്കെ, ഞാനിപ്പോൾ RSI ഇൻഡിക്കേറ്റർ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം RSI ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓവർബോട്ട് ആൻഡ് ഓവർസോൾഡ് കണ്ടീഷൻസ് ഉണ്ടാവും എന്നറിയാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓവർബോട്ട് ആയിട്ടുള്ള കണ്ടീഷനാണ്. അതുപോലെ തന്നെ ഈ താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓവർസോൾഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ നോർമലായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ എത്തുമ്പോൾ ബൈ ചെയ്യുകയും ഓവർബോട്ട് കണ്ടീഷനിൽ എത്തുമ്പോൾ സെല്ല് ചെയ്യുകയും. അതായത് ഓവർബോട്ട് കണ്ടീഷനിൽ എത്തുമ്പോൾ പ്രൈസ് ഓവർബോട്ടാണ്, അവിടെ നിന്ന് ഒരുപാട് പേര് സെല്ല് ചെയ്തത് ഒഴിവാക്കാനും പ്രൈസ് താഴേക്ക് വരാനും സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഓവർബോട്ട് കണ്ടീഷനിൽ എത്തുമ്പോൾ ഒരുപാട് പേര് ഷോർട്ട് സെല്ല് ചെയ്യും. ഓവർ സോൾഡ് കണ്ടീഷനിൽ എത്തുമ്പോൾ ഒരുപാട് പേര് ലോങ് പൊസിഷൻ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ഫോൾസ് സിഗ്നൽസ് നമുക്ക് കിട്ടും. ഒരുപാട് തവണ നമ്മുടെ പൈസ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവാനായിട്ട് സാധ്യതകൾ ഒരുപാടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ആ ഒരു RSI ചുമ്മാ അങ്ങനെ ബ്ലൈൻഡായിട്ട് കണ്ണും പൂട്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. ഓക്കെ, പക്ഷേ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതും ചുമ്മാ ഈ ഓവർബോട്ട് ആൻഡ് ഓവർസോൾഡ് കണ്ടീഷൻസ് നോക്കി കണ്ണും പൂട്ടി ട്രേഡ് എടുക്കുന്ന രീതി തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RSI ഒരു ഓവർബോട്ട് കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഷോർട്ട് സെല്ലല്ല ചെയ്യുന്നത്, ലോങ് പൊസിഷനാണ് എടുക്കാനായിട്ട് പോകുന്നത്. അതായത് സാധാരണ ആളുകൾ ചെയ്യുന്നത് RSI ഒരു ഓവർബോട്ട് കണ്ടീഷനിൽ എത്തുമ്പോൾ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണ് ചെയ്യുക. പക്ഷേ നമ്മൾ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ RSI ഒരു ഓവർബോട്ട് കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോങ് പൊസിഷനാണ് എടുക്കുക. അതുപോലെ തന്നെ RSI ഒരു ഓവർ സോൾഡ് കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് പൊസിഷനാണ് എടുക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ നോർമലായിട്ടുള്ള RSI ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന രീതിയിൽ നിന്ന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RSI എന്ന് പറയുന്നത് ഒരു മൊമെൻറ്റം ഇൻഡിക്കേറ്ററാണ്. നമുക്ക് ഈ ഇൻഡിക്കേറ്റർ കൊണ്ട് നമുക്ക് മൊമെൻറ്റമാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണോ കൂടുതൽ മൊമെൻറ്റം വരുന്നത് ആ ഡയറക്ഷനിലേക്കാണ് നമ്മൾ ശരിക്കും ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ RSI ഇൻഡിക്കേറ്റർ നേരെ ഓപ്പോസിറ്റായിട്ട് നോർമലായിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. അങ്ങനെ ട്രേഡ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഇത്രയും പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇത്രയും വിൻ റേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈവായിട്ട് തന്നെ ഒരു ട്രേഡ് കാണിച്ചു തരാം. ഞാനിപ്പോൾ തന്നെ ഒരു ട്രേഡ് എടുത്ത് കാണിച്ചു തരാം. അതായത് ഈ രീതിയിലാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് മൂവിങ് ആവറേജിന് മുകളിലോ താഴെയോ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, മൂവിങ് ആവറേജിൻ്റെ കാര്യം നമുക്ക് ഇപ്പോഴല്ല വരുന്നത്, എപ്പോഴാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ RSI നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RSI ഇപ്പോൾ ഒരു ഓവർ സോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയിട്ടുള്ള കാണാനായിട്ട് പറ്റും. അതായത് ഈ ഒരു ക്യാൻഡിലിൽ കൃത്യമായിട്ട് ഞാൻ അവിടെ കാണിച്ചു തരാം. RSI നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഓവർ സോൾഡ് കണ്ടീഷനിൽ എത്തിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഞാൻ ഈ രീതിയിലൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് പോവാണ്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് സെറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, അതായത് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ള ആ ക്യാൻഡിലിന് മുകളിലായിട്ടാണ് നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഏകദേശം ഈ ഒരു ഏരിയയിലായിട്ട്. ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1.5 ആയിരിക്കും. 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ ആയിരിക്കും. അപ്പോൾ ഞാൻ 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമ്മൾ ടാർഗറ്റും വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ ഒരു ട്രേഡ് ഇനി പോകുന്നത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ട്രേഡ് ഇവിടെ വിൻ ചെയ്തിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി വീണ്ടും പ്രൈസ് ഈ ഒരു ഓവർ സോൾഡ് കണ്ടീഷനിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഈ ഒരു മൂവിങ് ആവറേജ് പരിഗണിക്കേണ്ടത്. അതായത് ഈ ഒരു 50 പീരീഡ് മൂവിങ് ആവറേജ് നമ്മൾ ഇവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്കറിയാം ഈ ഒരു 50 പീരീഡ് മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ടോ ആക്ട് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുന്ന കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ഈ 50 പീരീഡ് മൂവിങ് ആവറേജ് ആക്ട് ചെയ്യുന്ന കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കും 50 പീരീഡ് മൂവിങ് ആവറേജ് ഒരു ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏത് ട്രെൻഡ് ആയാലും ഡൗൺ ട്രെൻഡ് ആയാലും അപ്പ് ട്രെൻഡ് ആയാലും ഈ രീതിയിലായിരിക്കും 50 പീരീഡ് മൂവിങ് ആവറേജ് ആക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു 50 പീരീഡ് മൂവിങ് ആവറേജിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ ഒരു പ്രൈസ് ആക്ഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ ഒരു റെസിസ്റ്റൻസ് കിട്ടുന്ന രീതിയിൽ നമുക്കൊരു പ്രൈസ് ആക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പിന്നീട് വരുന്ന ഈ ഒരു ഓവർ സോൾഡ് കണ്ടീഷൻസ് നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ വേണമെങ്കിൽ ആ ഒരു ക്യാൻഡിൽ വേണമെങ്കിൽ നമുക്കൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് പറ്റും. ഈ രീതിയിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിൽ ഷോർട്ട് പൊസിഷൻ എടുക്കുന്നു. ദെൻ
അതിൻ്റെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. ശരിക്കും പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞത്. പക്ഷേ ഇത്രയും വലിയ ഒരു ക്യാൻഡിലിൽ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ വലിയ സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ, ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ അത് വളരെയധികം വലിയ ഒരു ടാർഗറ്റാണ് നമ്മളോട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടാർഗറ്റ് ചിലപ്പോൾ ഹിറ്റ് ആയിക്കൊള്ളണമെന്നില്ല, ചില സമയത്ത് ഹിറ്റാവാൻ, ചില സമയത്ത് ഹിറ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ വലിയ ക്യാൻഡിൽസ്, വളരെ വലിയ ക്യാൻഡിൽസ് ആണ് നമുക്കൊരു എൻട്രി ക്യാൻഡിലായിട്ട് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ പരമാവധി ആ ട്രേഡ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള, നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ള ക്യാൻഡിൽ എന്ന് പറയുന്നത് അത്ര വലിയൊരു ക്യാൻഡിലല്ല. നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ക്യാൻഡിലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ക്യാൻഡിലാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെ വലിയ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് ഏത് രീതിയിലാണ് പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എനിക്കറിയില്ല എങ്ങനെയാണ് പോയിട്ടുള്ളതെന്ന്. ഓക്കെ, ഈ ഒരു ട്രേഡ് നമ്മളിവിടെ വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ട്രേഡ് ഏത് രീതിയിലാണ് വരുന്നത് നമുക്ക് നോക്കാം. പ്രൈസ് ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്ന് മുകളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, വീണ്ടും ഇവിടെ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പ്രൈസ് വന്നിട്ടുള്ള കാണാനായിട്ട് പറ്റും. കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പ്രൈസ് എത്തിപ്പെട്ടിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിന് മുമ്പ് വേറൊരു ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട്, അത് നമ്മൾ വിട്ടുപോയി. ഈ ഒരു ക്യാൻഡിൽ അതിന് മുൻപേ തന്നെ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് RSI ഇവിടെ വന്നിട്ടുള്ള കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ക്യാൻഡിലാണ് നമ്മൾ ഒരു ഷോർട്ട് പൊസിഷൻ പിന്നീട് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു കാര്യം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡൗൺ ട്രെൻഡാണ്. ആൻഡ് ഈ ഒരു ഡൗൺ ട്രെൻഡ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ഐഡിയൽ ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോവർ ഹൈ ഏരിയയിലാണ് പ്രൈസ് ഇവിടെ നിന്ന് റിജക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി ആയാൽ പോലും നമ്മൾ അതിൻ്റെ ഒപ്പം പ്രൈസ് ആക്ഷനും കൂടെ കമ്പൈൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ വിൻ റേറ്റ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ആ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് ഇവിടെയും സെറ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇവിടെ എങ്ങനെയാണ് ട്രേഡ് പോയിട്ടുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഓൾറെഡി ഈ ഒരു ട്രേഡ് വിന്നാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്കൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. ഇനി എങ്ങനെയാണ് ഒരു ലോങ് പൊസിഷൻ എടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓവർ ബോട്ട് കണ്ടീഷനിലേക്ക് പ്രൈസ് എത്തിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഓവർ ബോട്ട് കണ്ടീഷനിലേക്ക് പ്രൈസ് പോയിട്ടുള്ള അല്ലെങ്കിൽ RSI പോയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടെയായിരിക്കും നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് പോകുന്നത്. ഈ രീതിയിൽ ലോങ് പൊസിഷൻ എടുക്കുന്നു. ആ ക്യാൻഡിലിന് താഴെയായിട്ട് നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു. ആൻഡ് 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമ്മളൊരു ടാർഗറ്റും സെറ്റ് ചെയ്യുന്നു. ദെൻ ആ ട്രേഡ് നമ്മളിവിടെ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ RSI ഓവർ ബോട്ട് ആൻഡ് ഓവർസോൾഡ് കണ്ടീഷൻസ് മാത്രം നോക്കിക്കൊണ്ട് വളരെ സിമ്പിളായിട്ട് ടപ്പേ എന്ന് വെച്ച് നമുക്ക് ട്രേഡ് എടുത്ത് പോകാനായിട്ട് പറ്റാം. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചുമ്മാ ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് RSI ഇൻഡിക്കേറ്റർ കൊണ്ടുവന്ന് അതിലെ ഓവർ ബോട്ട് ആൻഡ് ഓവർസോൾഡ് കണ്ടീഷൻസ് നോക്കി ട്രേഡ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലുള്ള വിൻ റേറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ എത്ര പേര് ആദ്യം മുതൽ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. അങ്ങനെ എത്തിയിട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു ബോണസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ RSI ഇൻഡിക്കേറ്ററിന് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട്. അതായത് നോർമൽ ആയിട്ടുള്ള ഒരു RSI ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RSI ലെങ്ത്ത് 14 ആയിരിക്കും. നമ്മളിവിടെ RSI ലെങ്ത്ത് 10 കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പർ ബാൻഡ് 70 ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. നമ്മളിവിടെ 60 കൊടുത്തിട്ടുള്ളത്. ലോവർ ബാൻഡ് 30 ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. നമ്മളിവിടെ 40 കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് കുറച്ചുകൂടെ ഏർലിയർ ആയിട്ടുള്ള എൻട്രീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ RSI ലെങ്ത്ത് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 10 ക്യാൻഡിലിൻ്റെ മൊമെൻറ്റം ആയിരിക്കും നമുക്ക് ഈ ഒരു RSI ഇൻഡിക്കേറ്ററിൽ കാണാനായിട്ട് പറ്റുക. RSI ലെങ്ത്ത് 14 ആണെങ്കിൽ കഴിഞ്ഞ 14 ക്യാൻഡിൽസിൻ്റെ മൊമെൻറ്റം ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇനി RSI നിങ്ങൾക്ക് ഒരു 8 അല്ലെങ്കിൽ 7 ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത്രയും അടുത്ത് കിടക്കുന്ന ക്യാൻഡിൽസിൻ്റെ മൊമെൻറ്റം ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു മൊമെൻറ്റം വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗംഭീരമായിട്ടുള്ള വിൻ റേറ്റ് ഈ 63 എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ വിൻ റേറ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ പകുതിക്ക് വെച്ചിട്ട് ഓവർബോട്ട് കണ്ടീഷനിലും ഓവർസോൾഡ് കണ്ടീഷനിലും പോയിട്ട് ഒരു എൻട്രി എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വേഗം വീഡിയോയും അവസാനിപ്പിച്ച് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വെരി സോറി. ഈ രീതിയിലുള്ള സെറ്റിങ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങളും കൂടെ അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നതിന് ശേഷം മാത്രം റിയൽ ആയിട്ടുള്ള മണി ഇട്ടുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.